CPM വാദം തള്ളി CPI സ്വർണ്ണക്കവർച്ച തിരിച്ചടിയായി. നമ്മുടെ CPMകാർ ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ തോറ്റിട്ടില്ല എന്നാണ്. അതായത് TP രാമകൃഷ്ണൻ നമ്മുടെ കൺവീനർ ഉണ്ട്, LDFന്റെ കൺവീനർ ബ്രിട്ടാസ്, നമ്മുടെ പാർട്ടി സെക്രട്ടറി അപ്പം ഗോവിന്ദൻ, ഇങ്ങനെ എണ്ണി പറയണ്ട, എല്ലാ മൂത്ത സഖാക്കളും ഇളയ സഖാക്കളും കുട്ടി സഖാക്കളും എല്ലാവരും പറയുന്നത് ഞങ്ങൾ തോറ്റിട്ടില്ല. ഇവര് അതിനു വേണ്ടിയിട്ട് ഒരുപാട് തരം കണക്കുകളുണ്ട്. ഇവര് കണക്കിലെ ഉസ്താദ്മാരാട്ടോ, കണക്കിലെ ഉസ്താദ്മാർ കൂട്ടിയും കീഴിച്ചും അവസാനം പറയുന്നത് തിരുവനന്തപുരത്ത് എന്താ പറയാ, കഴിഞ്ഞ പ്രാവശ്യം 52 സീറ്റ് ഉണ്ടായിരുന്ന ഇവര് 29ലേക്കാണ് തോന്നുന്നു, 29ലേക്കാണ്ട് പോയി. കോൺഗ്രസ് കഴിഞ്ഞ 10 19ലേക്ക് ചാടി. കഴിഞ്ഞ പ്രാവശ്യം 35 ഉണ്ടായിരുന്ന BJP ആണ് 50ലേക്ക് ഉയർന്നത്. അപ്പൊ BJP 35 50ലേക്ക് ഉയർന്നു, UDFകാര് 10 19ലേക്ക് ഉയർന്നു. ഈ പാവങ്ങളൊന്നല്ല കേട്ടോ, ഈ ബിരുദന്മാര് 52 29ലേക്ക്, 52 29 കിട്ടിയത് തന്നെ എങ്ങനെയാണെന്ന് പഠിച്ചോന്നറിയാം. കാരണം ആര്യ എന്ന് പറയുന്ന ആര്യമോളുണ്ടല്ലോ, ആര്യമോളുടെ എന്താ പറയാ തോന്നിവാസങ്ങളുടെ നിരയായിരുന്നു കേട്ടോ, തോന്നിവാസങ്ങളുടെ നിര. ശരിക്കും ഒരു സീറ്റ് പോലും അവിടെ കിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ആര്യയെ കൺവെട്ടത്തു നിന്നൊക്കെ മാറ്റി നിർത്തിയത്. സീറ്റും കൊടുത്തില്ല, ആ ഭാഗത്തേക്കൊന്നും പ്രവേശിച്ചു പോകരുത്, നേരെ കോഴിക്കോട്ടേക്ക് വണ്ടി കയറിക്കുമെന്ന് പറയാണ്ട് കോഴിക്കോട്ടേക്ക് വണ്ടി കയറ്റി വിട്ടതാണ് ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന. അതായത് KSRTC ബസ് ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് എന്താ പറയാ, അത് വട്ടം ചുറ്റി പിടിച്ച് എന്നിട്ട് സിനിമ സ്റ്റൈലിൽ ചാടിക്കയറി യദു എന്ന് പറയുന്ന പാവപ്പെട്ട KSRTC ഡ്രൈവറുടെ മുഖത്ത് നോക്കി തന്തക്ക് വിളിച്ച ആര്യ രാജേന്ദ്രന് അവസാനം എന്തൊരു അവാർഡ് കിട്ടിയിരുന്നത്, UK ബ്രിട്ടന്റെ അവാർഡ്. ഇവിടുന്ന് 1000 റുപ്യ എടുത്താൽ കിട്ടുന്ന ഒരു സാധനം ഇങ്ങനെ പിടിച്ചു കാണ്ട ഒരു ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ഏതായാലും സഖാക്കന്മാർ പറയുന്നത് അതൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല. ഞങ്ങൾ അവസാനം വോട്ടൊക്കെ കൂട്ടി എണ്ണി നോക്കിയപ്പോൾ ഞങ്ങൾക്കാണ് 10,000 വോട്ട് കൂടുതൽ. ഞങ്ങൾക്ക് 10,000 വോട്ട് കൂടുതൽ ഉണ്ടോ ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ. അപ്പൊ എനിക്ക് തോന്നുന്നു മിക്കവാറും BJPക്കാരെ മാറ്റി നിർത്തിയിട്ട് വീണ്ടും നമ്മളെ കുണുവാവയെ കൊണ്ടുവരും, നമ്മുടെ ആര്യ രാജേന്ദ്രനെ വീണ്ടും കൊണ്ടുവരുന്നതാണ് ആര് സ്വപ്നം കാണുന്നത്, CPMമാര് സ്വപ്നം കാണുന്നത്. ആരോ പറഞ്ഞ പോലെ VD സതീശൻ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ നമ്മുടെ ദാവൂദ് നമ്മുടെ മീഡിയ വണ്ണിലൊക്കെ പല പ്രാവശ്യം പറഞ്ഞതാണ്, ഈ CPMമാരെ തോൽപ്പിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷേ ഇറ്റികള് തോറ്റെന്ന് മനസ്സിലാക്കിപ്പിക്കാനാണ് പാടുന്നത്. അതായത് തോൽപ്പിക്കാൻ പാടില്ല, പക്ഷെ തോറ്റെന്ന് മനസ്സിലാക്കിക്കാൻ എത്ര തോറ്റാലും ഇവര് ഞങ്ങൾ തോറ്റെന്ന് പറയില്ല. മറ്റേ പണിക്കാരൻ തൈക്കുണ്ടിൽ വീണ പോലെ എത്ര തൈക്കുണ്ടിന്റെ അടിയിലേക്ക് തലയും ശരീരമൊക്കെ തൈക്കുണ്ടിൽ വീണാലും കാല് പുറത്താണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വീണിട്ടില്ല എന്ന് പറയുന്ന മരക്കഴുതകൾ, ഊളകൾ, അതാണ് CPM. അപ്പൊ ഏതായാലും അങ്ങനെ CPM വാദം തള്ളി CPM. പക്ഷെ CPIക്കാർ പറയുന്നു ഭരണവിരുദ്ധ വികാരമുണ്ട്. അതിനൊരൊറ്റ ആളെ ചൂണ്ടിക്കാണിച്ചാൽ മതി, അത് കാരണഭൂതത്തിന്റെ തോന്നിയാസം കൊണ്ടാണ് തോറ്റത് എന്ന് CPIക്കാർ ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. CPIക്കാര് ഓരോ വർഷവും ഇവരുടെ ഈ സംസ്ഥാന കമ്മിറ്റി കൂടുമ്പോൾ, ഇത്തരത്തിലുള്ള കൗൺസിലുകൾ കൂടുമ്പോൾ, അവരുടെ കൗൺസിലുകൾ കൂടുമ്പോൾ ഇവരുടെ പ്രതിനിധികൾ എപ്പോഴും പറയാറുണ്ട്, ഈ കാരണഭൂതാണ് ഇയാളുടെ തോന്നിയാസം കൊണ്ടാണ് ഈ ഭരണം കുട്ടിച്ചോറാവുന്നതെന്ന് പലതവണ വഴി പറഞ്ഞതാണ്. പക്ഷേ ബിനോയ് വിശ്വത്തിന് മുട്ടിടിക്കും. ബിനോയ് വിശ്വത്തിന് പിണറായിന്റെ മുന്നിലെത്തുമ്പോൾ നാക്കിറങ്ങിപ്പോവും. പക്ഷെ എന്നാലും ഇവരൊരു പ്രസ്താവനയ്ക്ക് ഇറങ്ങിക്കുന്നത് ഇവരുടെ കൗൺസിൽ കൂടിയിട്ട്, അതാണ് എന്താണ്, ശബരിമലയിലെ സ്വർണ്ണ കവർച്ച തദ്ദേശ തിരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് കാരണമായോ എന്നത് പരിശോധിക്കണമെന്ന്. അങ്ങനെ വളഞ്ഞ വഴിക്കൊക്കെ പറയുന്നത് കേട്ടോ. അതായത് CPMമാര് പറയുന്നത് ശബരിമലയില് ഒരു പ്രശ്നമില്ലാതെ പറയുന്നത്, ശബരിമല സ്വർണം ഞങ്ങൾ കട്ടിട്ടും ഞങ്ങളെ അയ്യപ്പനെ ഞങ്ങൾ കട്ട ഇങ്ങക്കെന്താ കോൺഗ്രസ് എന്ന് പറയുന്ന പോലെ കൈകളിക്കാരൻ പറഞ്ഞ മാതിരി അവിടെ സ്വർണം കളവ് പോയിട്ടില്ല, അവിടെ സ്വർണം കൂടിയിട്ടേ ഉള്ളൂ എന്ന് നമ്മുടെ കൈകളിക്കാരൻ പറഞ്ഞ പോലെ ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വലിയ വിഡ്ഢിത്തം അറിയൂ, ഈ ശബരിമല ഉൾക്കൊള്ളുന്ന പഞ്ചായത്തിലും ആ വാർഡിലൊക്കെ LDFകാരാണ് ജയിച്ചത്. ഇവിടെ ശബരിമല ഉൾക്കൊള്ളുന്ന വാർഡിലും ശബരിമല ക്ഷേത്രം ഉൾക്കൊള്ളുന്ന പഞ്ചായത്തിലും. അതുകൊണ്ട് ഈ സ്വർണ്ണപ്പാളി ഈ കട്ടുകൊണ്ടുപോയതൊന്നും ആരെയും ബാധിക്കില്ല. ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഈ ശബരിമല ഭക്തന്മാരുള്ളത് ഈ പറയുന്ന ശബരിമല ക്ഷേത്രം ഉൾക്കൊള്ളുന്ന വാർഡിലും
ആ പഞ്ചായത്തിലും മാത്രമേ ശബരിമല ഭക്തന്മാരുള്ളൂ എന്നാണ് ഈ ഊളകളുടെ വിശ്വാസം. ഇതിനൊക്കെ എന്ത് മറുപടി പറയാ? എന്നിട്ട് വലിയ അഭിമാനത്തോടെ പറയാണ് ഒന്നും ബാധിച്ചിട്ടില്ല. ശബരിമലയിൽ ഞങ്ങളെ സഖാക്കന്മാർ കട്ടത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല. കാരണം ശബരിമല നിൽക്കണ ആ അട്ടാവട്ടത്തിലുള്ള വാർഡിൽ ഞങ്ങളല്ലേ ജയിച്ചത്, ആ പഞ്ചായത്തിൽ ഞങ്ങളല്ലേ ജയിച്ചത്. എന്ത് മറുപടിയാ പറയേണ്ടത്? ഈ ഉളുപ്പില്ലാത്തവരോട് ശരിക്കും നമ്മൾ സാധാരണ എല്ലാവരും പറയുന്നെന്താ അറിയോ, നമ്മൾ സഖാക്കന്മാരോട് വാദിക്കരുത്, സംവാദത്തിന് തയ്യാറാവരുത്. പലപ്പോഴും ഞാൻ എൻ്റെ CPM-കാരായ സുഹൃത്തുക്കൾ പലരും എന്നോട് സംസാരിക്കാൻ വരുമ്പോൾ ഞാൻ അവരോട് സംസാരിക്കാറില്ല. കാരണം അവരെ ഒരിക്കലും അവരുമായി സംസാരിച്ചിട്ട് അവരെ എന്താ പറയാ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനോ അവരുടെ നിലപാടുകൾ ശരിയല്ല എന്ന് പറയാൻ നമുക്കൊരിക്കലും പറ്റില്ല, നമുക്കൊരിക്കലും പറയില്ല. ഇപ്പൊ നല്ല പകലാണ്, അവര് പറയാണ്, ഇപ്പൊ പിണറായി പറയാണ് സൂര്യൻ ഉദിക്കുന്ന ഈ പകൽ രാത്രിയാണ് എന്ന് പറഞ്ഞ ഈറ്റികൾ എല്ലാവരും പറയും രാത്രി പറയും. നമ്മളിനി എന്ത് തെളിവ് ഹാജരാക്കിയാലും ഈറ്റികൾ പറയും ഇത് രാത്രി തന്നെയാണ്. കാരണം പിണറായി പറഞ്ഞിട്ടുണ്ട്, അപ്പം ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ അങ്ങപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ചിന്താശേഷി പണയം വെച്ച കുറെ കഴുതകൾ അല്ലേ, ഞാൻ കഴുത എന്ന് പറയുന്ന ആ മൃഗത്തെ കുറ്റപ്പെടുന്നില്ല കേട്ടോ, അതൊക്കെ എത്രയോ ഭേദം. ഇത് അങ്ങനെയല്ല, ഇതൊക്കെ പ്രത്യേക ഉരുപ്പടികളാണ് ഇങ്ങനെ അവിടുന്ന് സൃഷ്ടിച്ചയച്ചത്. ഇമാതിരി കുറെ എണ്ണം ഉള്ളത് കൊണ്ട് അത്യാവശ്യം വോട്ടൊക്കെ നേടി ഇവര് എന്ത് ചെയ്തു, കഷ്ടിച്ച് കുറച്ച് സീറ്റുകളിലൊക്കെ പിടിച്ചു. ഇവരുടെ വിചാരം ഇനി മൂന്നാമതും വരുന്നതാണ്. അപ്പൊ ഏതായാലും CPM വാദം തള്ളി CPI സ്വർണ്ണ കവർച്ച തിരിച്ചടിയായി എന്ന് CPIക്ക് തന്നെങ്കിലും ബോധ്യം വന്നിട്ടുണ്ട്. അങ്ങനെ ആ വാർത്തയും കഴിഞ്ഞു.